നമ്മുടെ വിപണി ആരംഭിക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല. തയ്യാറെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. സമയം ഒരു 4:15 ഉള്ളൂ. എന്നാലും അത്യാവശ്യക്കാർക്ക് ചില സാധനങ്ങളൊക്കെ കൊടുത്തു വിടുന്നുണ്ട്. വിപണിയിലേക്ക് ആൾക്കാരെത്തിക്കൊണ്ടിരിക്കുന്നു. വെട്ടിച്ചേമ്പൊക്കെ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ വീട്ടിൽ നിന്നുള്ള ഒരു ഞാലിപ്പൂവിന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാനൊന്ന് കുഴിച്ച് വെച്ച ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. പിന്നെ ഞാൻ അതിനൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് വെട്ടിയതുപോലും എൻ്റെ അപ്പുറത്തെ പാപ്പച്ചാൻ ചെന്നിട്ട് എന്നോട് പറഞ്ഞു അത് റോഡിൽ കിടക്കുന്നെന്ന് പറഞ്ഞു. എങ്ങനെ പോയി വെട്ടിയ സാധനമാണിത്. ഒരു വളവും ചെയ്തിട്ടില്ല. ഈ തെങ്ങിൻ തൈ ഇവിടെ ലേലത്തിന് വേണ്ടിയാണ്. റോഡ് സൈഡിലെ കാട് വെട്ടി വൃത്തിയാക്കാനായിട്ട് ഫണ്ട് വേണം. അതിനകത്ത് ഒരാളെ എടുത്തുകൊണ്ട് കാര്യമില്ല. കാരണം ഇത് പൊതുജനങ്ങളുടെ സഹകരണത്തോടെ വേണം അതിനുള്ള ഫണ്ട് കണ്ടെത്താനായിട്ട്. ജനങ്ങൾക്ക് അവരുടെ നികുതി പണത്തിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണല്ലോ. ഞാൻ വിചാരിച്ചു മണപ്പുറത്തെ അരി തമ്പിച്ചാൻ ആലയൊക്കെ മറന്നെന്ന്. ഇടയ്ക്കിടയ്ക്ക് മുണ്ടക്കാവ് വരും. എന്തായാലും ഇന്ന് ആലയ വീണ്ടും വന്നിട്ടുണ്ട്. ലത ചേച്ചി ഇവിടെ തലയിൽ കൈ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ കാരണം തുറന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിയുടെ ടെറസയിലുള്ള ആ കൃഷി, ഗ്രോബാഗുകളുടെ കൃഷി നമ്മുടെ ഗ്രൂപ്പിലിട്ടതോടുകൂടി ഭയങ്കര ഡിമാൻഡാണ് അവിടെ നിന്ന് കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾക്ക്. എല്ലാവരും കൂടി പിടിച്ചു പറയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിപണിയിലേക്ക് ആൾക്കാരൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. സാധനങ്ങളൊക്കെ ഇഷ്ടത്തിന് വന്നിട്ടുണ്ട്. നമ്മുടെ എമീസ് കിച്ചനുണ്ട്. ചപ്പാത്തി എത്തിയിട്ടുണ്ട്. ചപ്പാത്തിയും കറിയൊക്കെ എത്തിയിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു അത്യാവശ്യം പ്രമാണിച്ച് വിപണി സ്ഥലത്തു നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. ഇപ്പോഴും ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ചപ്പാത്തിയുടെ സെയിലൊക്കെ നടക്കുന്നു. ഏത്തക്കാപ്പൊക്കെ ഉണ്ട്. ടോണി സാറ് വന്നിട്ടുണ്ട്. കൂൺ വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ 2 പട്ടാളക്കാർ ഇവിടെ വന്നിങ്ങനെ ഇത് കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്, ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുബൈയിലേക്ക് ഉള്ള ഏത്തക്കൊലയാണ് ഇപ്പോൾ പോകുന്നത്. നമ്മുടെ തെങ്ങുതറയിലെ അച്ചാൻ മേടിച്ചുകൊണ്ട് പോവാണ്, ജോസ് ചാൻ. നമ്മുടെ വിപണി ഇങ്ങനെ മന്ദം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കാഴ്ചക്കാരാണ് കൂടുതലായിട്ട്. നമ്മുടെ നാടിൻ്റെ ഒരു ചെറിയൊരു എല്ലാ കാര്യങ്ങളും ഒരു വളരെ സ്ലോ ആയിട്ടുള്ളൊരവസ്ഥയോടെ കാണാനുണ്ട്. നമ്മുടെ മനോജ് സാറ് പുളക്കടയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. മനോജ് സാറ് സ്പെഷ്യലായിട്ട് പറഞ്ഞ് കരക്കാട്ട് നിന്ന് ഒരു കർഷകൻ എത്തിയിട്ട് കൂണൊക്കെ മേടിച്ചിട്ടുണ്ട്. പേരെങ്ങനായിരുന്നു? സുധീഷ്. അവിടെ ഇതുപോലെ ഒരു നാട്ടുപണിയൊക്കെ വേണ്ടായോ? കേട്ടല്ലോ, തുടങ്ങണേ. ആല വിപണിക്ക് മാത്രമുള്ള പ്രത്യേകതയാണിത്. ഇത് ഷാർപ്പ് ഷൂട്ടറാണ് നമ്മുടെ കൊച്ചാട്ടൻ. പന്തിയവല്ലം ഷൂട്ട് ചെയ്തെങ്കിലും വിളിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഷാർപ്പ് ഷൂട്ടറുടെ സർട്ടിഫിക്കറ്റ് കയ്യിലിരിപ്പുണ്ട്. എല്ലാവരും ഇവിടെ കഥയൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ കൂട്ടം കൂടിയൊക്കെ നിൽപ്പുണ്ട്. ഉണ്ട്. ഏത് പന്നിയെ വെടി വെക്കണോ എന്നോട് പറഞ്ഞാൽ ഞാൻ വെടി വെക്കാം. പക്ഷേ തോക്ക് തരണം, ഉണ്ടൻ തരണം. വിപണി ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കഥയൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുകയാണ്. എല്ലാവരും ആഘോഷകരമായിട്ട് സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീവിദ്യ കുറേ വഴുതിരിങ്ങായുമായിട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം ഒത്തിരി പോയി. എല്ലാവരും ആഘോഷത്തോടുകൂടി സമയം ചെലവഴിക്കുകയാണ്. ശ്രീവിദ്യ വളരെ ഹാപ്പിയാണ്. എൻ്റെ കാരണം എന്ന് പറഞ്ഞത് നമ്മുടെ സുരേഷ് കിമേരി ചേട്ടന് എന്തായിരുന്നു പറഞ്ഞേ? ആ വഴുതനങ്ങ വിൽക്കാനായിട്ട് കൊണ്ടുവന്നത് താമസിച്ചാണെന്നും പറഞ്ഞു. 6 മണിക്ക് വിപണി തീരും. 6:10 വഴുതനങ്ങയായിട്ട് വന്നത്. എത്ര കിലോ? 5 കിലോ വഴുതനങ്ങ. ഞങ്ങൾ കളിയാക്കി ഇപ്പോഴാണോ കൊണ്ടിരുന്നത്, മുതലാളി പറിച്ചോണ്ട് വന്നതൊക്കെ ചോദിച്ചു. പക്ഷെ സംഭവം തീർന്നു. ഹാപ്പിയാണ് പൊതുവെ അല്ലേ? ആലാവണിയിൽ മെമ്പറായ ശേഷം ഹാപ്പിയാണ്. ഓക്കെ, ദൈവത്തിൻ്റെ അനുഗ്രഹം. അല്ലെങ്കിൽ പച്ചക്കറി സംബന്ധമായിട്ടൊരു വീഡിയോ ഞാൻ എടുത്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ആ കൂട്ടാൻ്റെ കാര്യം പറയാമോ? ചേച്ചി എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടി വരുന്നത്?
സ്നാക്സ് ഐറ്റംസ് എല്ലാം ഉണ്ടാകും. വിദേശ പുറത്തല്ലായിരുന്നു, എവിടെയായിരുന്നു? ഛത്തീസ്ഗഡിൽ. ഛത്തീസ്ഗഡിലായിരുന്നു. പ്രവാസികളെല്ലാവരും ഈ പറഞ്ഞിരിക്കുന്ന പോലെ പ്രവാസ ജീവിതമുള്ളവരൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ്. സ്നാക്സ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി കൊടുക്കും. പേരെന്ന് പറഞ്ഞേ? രാജി. ഓക്കെ. വിപണി കഴിഞ്ഞു, എന്നിട്ടും ഇവിടെ എല്ലാവരും ഉണ്ട്. ഇവിടെ നമ്മുടെ സുരേഷ് കുമേരി, അദ്ദേഹം ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു എക്സ്പേർട്ട് കൂടിയാണ്. ഈ മൊബൈൽ സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളും കൃത്യമായിട്ട് നല്ല രീതിയിൽ അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. മൊബൈലിലെ ഈ നമ്മുടെ സ്റ്റോറേജ് ഫുള്ളാകുന്നൊരു പ്രശ്നമുണ്ട്, അത് ഒഴിവാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോഴും പോയിട്ടില്ല. സുരേഷ് കുമേരി ചേട്ടനിവിടെ ഉണ്ട്, കൃഷ്ണകുമാർജി ഇവിടെ ഉണ്ട്. ഇതൊക്കെയല്ലേ ഒരു സന്തോഷം എന്ന് പറയുന്നത്. നാട്ടുവിപണികൾ സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ നാട്ടുവിപണികളുടെ ആരംഭത്തോടുകൂടി ജനങ്ങൾ തമ്മിലുള്ള സൗഹൃദം വർദ്ധിച്ചു. ഏത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും പരസ്പരം അറിയുന്ന ആൾക്കാരുണ്ടായി. അതേസമയത്ത് ഒരു എക്സാമ്പിൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഒന്ന് നോക്കിക്കേ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഈ അടുത്ത സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാഴ്ചകളുണ്ട്. ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും, പക്ഷേ അവർ തമ്മിലൊന്നും മനസ്സില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ നാട്ടുകൂട്ടങ്ങൾ. എല്ലാവരും ഈ നമ്മുടെ നാട്ടുകൂട്ടങ്ങളുടെ ഭാഗമാകുവാനായിട്ട് ശ്രമിക്കുക.